അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തനാറിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ തുടങ്ങിയത് ഈ വർഷം തന്നെയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കത്തനാറിൻ്റെ ഗ്ലിംസ് അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന കത്തനാറിൻ്റെ ട്രെയിലർ റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാം. ஞானத்தின் ரூபமும் உறவிடவும் எப்படியாயிருந்தாலும் காந்தல்லூர் ಶಾಲೆயில் அது வரவேற்கப்படும். ഇന്ദ്രജാലത്തെ ഞാൻ നമ്പുறதில்ல. അവബോധത്തിന്റെ രഹസ്യമാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. അടിപൊളി വിഷ്വൽ സ്പെക്ടക്കിളാണ്. ഓരോരോ സീക്വൻസും വിഷ്വൽസും ഒക്കെ എന്ത് പെർഫെക്റ്റാണ്. ആ തേൻ പോലെ ഡ്രോപ്പ് ചെയ്താൽ എന്ത് പെർഫെക്റ്റാണ്. ഈ മനുഷ്യൻ പ്രൊഡ്യൂസർ നല്ലതാണ്. ഡയറക്ടർ റോജിൻ തോമസ്. ആ പവർ കയ്യിൽ നിന്ന് പവർ പിടിക്കുമ്പോഴായിരുന്നു അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് ഒന്നും തോന്നുന്നു. ആ കടമറ്റും പള്ളിയും പിന്നെ ആ പാതാളപ്പുഴ അതൊക്കെ കാണിക്കുന്നു. മേക്കിംഗ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചാൽ ഗോളങ്ങളെ പിടിക്കുന്നതൊക്കെ സെറ്റപ്പാകുന്നുണ്ട്. മൊത്തത്തിൽ ഈ ട്രെയിലർ നല്ല അടിപൊളിയായിട്ടാണ്. ട്രെയിലറിൽ എല്ലായിടത്തും ഗോളങ്ങൾ കാണിക്കുന്നുണ്ട്, ചെറിയ ചെറിയ സർക്കിൾസ് ഒക്കെ. പറഞ്ഞ പോലെ ഈ കത്തനാറിൻ്റെ ട്രെയിലർ നമ്മളിപ്പോൾ കത്തനാറിൻ്റെ ഗ്ലിംസ് കണ്ട പോലെ തന്നെ ഒരു അടിപൊളി വിഷ്വൽ സ്പെക്ടക്കിൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ റോജിൻ തോമസ്, പുള്ളിക്കാരൻ നല്ല എഫേർട്ട് ഇട്ട് തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ഇതിനകത്ത് ജയസൂര്യയുടെ ഓരോരോ മൂമെൻറ്റ്സും പിന്നെ വേറെ കുറേ ആക്ടേഴ്സിൻ്റെ പ്രസൻസും പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു തിയേറ്ററിക്കൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ. കാരണം ഈ സിനിമ ഇറങ്ങുന്നത് 3Dയിലുമാണ്, പിന്നെ 14ഓളം ഭാഷകളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വിഷ്വൽ സ്പെക്ടക്കിൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദിസ് ഇസ് മീ AJM Reacts signing off.